നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനം വിധി എഴുതി അവസാന മണിക്കൂറുകളിൽ കനത്ത പോളിംഗ്. ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം. അവസാന മണിക്കൂറിലും ക്യൂവിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം. അന്തിമ കണക്കിൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരും. ഏറ്റവും ഉയർന്ന പോളിംഗ് കൊണ്ടോട്ടിയിൽ, കുറഞ്ഞ പോളിംഗ് വേങ്ങരയിൽ. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ കണ്ണുവച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പെന്ന തിരൂരിലെ 3 സ്ഥാനാർത്ഥികളും. താനൂർ മണ്ഡലം നിലനിർത്തുമെന്ന വി അബ്ദുറഹ്മാൻ, വിജയം ഉറപ്പെന്ന PK ഫിറോസ്. നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് K നാരായണ മാസ്റ്റർ. തവനൂരിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന KT ജലീൽ. തിരൂർ മണ്ഡലത്തിൽ ട്രാൻസ്ജെൻഡറുകൾ വോട്ട് രേഖപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന താനൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് നിഷേധാത്മകമെന്ന വി അബ്ദുറഹ്മാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ തള്ളിപ്പറഞ്ഞത് ശരിയായില്ലെന്നും അബ്ദുറഹ്മാൻ. വിശദമായ വാർത്തകളിലേക്ക്. ആവേശപ്പോരിനൊടുവിൽ ജനം വിധിയെഴുതി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകി. 75% ജില്ലയിലെ പോളിംഗ് ശതമാനം. കൊണ്ടോട്ടിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തത്. ഇനിയുള്ള 26 നാൾ ഫലമറിയാൻ ആശങ്കയോടെയുള്ള കാത്തിരിപ്പ്. കഴിഞ്ഞ തവണത്തെയും അപേക്ഷിച്ച് കനത്ത പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 75.83% വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം മാറി ബൂത്ത് അടയ്ക്കുന്ന സമയം വരെ 74% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് ബൂത്ത് അടയ്ക്കുമ്പോൾ വരിയിലുണ്ടായിരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകി. അന്തിമ പോളിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെയും കടത്തിവെട്ടുന്ന രീതിയിലായിരിക്കും പോളിംഗ് ശതമാനം എന്നുറപ്പാണ്. ജനം ഉറ്റുനോക്കിയിരുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പോളിംഗ് ദൃശ്യമായി. നിലമ്പൂർ, തവനൂർ മണ്ഡലങ്ങളിലെല്ലാം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വേങ്ങര മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആര്യാടന്മാരുടെ തട്ടകം എന്ന നിലയിലും തുടർ ഭരണത്തിനു അൻവറിനു സാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിലും ശ്രദ്ധേയമായ നിലമ്പൂരിൽ 75.25% പോളിംഗ്. KT ജലീലിന്റെയും സാമൂഹ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിലിന്റെയും നേരിട്ടുള്ള പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ തവനൂരിൽ 74.2% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അന്തിമ പോളിംഗ് ശതമാനം വരുമ്പോൾ ഇനിയും ഇതുയരാനാണ് സാധ്യത. മുസ്ലിം ലീഗിന് അഭിമാന പോരാട്ടമായിരുന്ന താനൂരിൽ 76.42% വോട്ടുകൾ പോൾ ചെയ്തു. നിലവിലെ MLA അബ്ദുറഹ്മാനെ തറപറ്റിക്കാൻ യുവരക്തം PK ഫിറോസിനെയാണ് ലീഗ് രംഗത്തിറക്കിയിട്ടുള്ളത്. കൊണ്ടോട്ടി 77.95, ഏറനാട് 77.53, നിലമ്പൂർ 75.25, വണ്ടൂർ 73.62, മഞ്ചേരി 74.01, പെരിന്തൽമണ്ണ 74.26, മങ്കട 74.99, മലപ്പുറം 74.48, വേങ്ങര 69.51, വള്ളിക്കുന്ന് 74.14, തിരൂരങ്ങാടി 73.84, തിരൂർ 73.05, കോട്ടക്കൽ 72.12, പൊന്നാനി 69.34 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് നില. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പൊറൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ തിരൂർ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൊറൂർ VHAM LP സ്കൂളിലാണ് ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ നല്ല പോളിംഗ് ആണ് നടക്കുന്നത്. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ബൂത്തുകളിൽ നന്നായിട്ട് തിരക്കുകളുണ്ട്. ജനങ്ങൾ ചൂടായതുകൊണ്ട് ഏറ്റവും നേരത്തെ വോട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുണ്ട്. 2 ബൂത്തുകളുണ്ടായതുകൊണ്ട് ആളുകൾക്ക് ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലൊക്കെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പോളിംഗിൽ തന്നെ തുടക്കത്തിൽ തന്നെ താനൂരടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണം തീർച്ചയായും മുന്നണിക്ക് അനുകൂലമാണ്. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് രാവിലെ ശക്തമായ പോളിംഗ് താനൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്നത്. താനൂർ മണ്ഡലം തീർച്ചയായും ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞ 5000-ൽ മേലെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. UDF സ്ഥാനാർത്ഥി PK ഫിറോസ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ പടനിലം ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിയോടെ ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. താനൂർ മണ്ഡലം ഇത്തവണ വിജയം ഉറപ്പാണെന്നും PK ഫിറോസ്.
താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസ് ജന്മനാടായ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7-ന് ഭാര്യയ്ക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് താനൂരിലേക്ക് എത്തിയത്. താനൂർ മണ്ഡലം ഇത്തവണ UDF-നൊപ്പമാണെന്നും സംസ്ഥാനത്ത് ഇത്തവണ UDF ഭരണമാകുമെന്നും PK ഫിറോസ് പറഞ്ഞു. UDF പ്രവർത്തകരുടെ വർദ്ധിച്ചൊരു ആവേശം കഴിഞ്ഞ തവണ ഈ മണ്ഡലം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു വാശിയിലാണ് UDF-ൻ്റെ പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും പോൾ ചെയ്യാതിരിക്കരുത് എന്ന അമിതമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം കൂടിയത്. ഇത് തീർച്ചയായിട്ടും UDF-ന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ഗംഭീരം, മുമ്പെങ്ങും കാണാത്ത രീതിയിൽ. ഇത് എൻ്റെ മാത്രം ബോധ്യമല്ല, ഈ മണ്ഡലത്തിലെ മുൻകാലത്ത് തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് നേതൃത്വം നൽകിയ UDF നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര സജീവമായി UDF പ്രവർത്തകർ രംഗത്തിറങ്ങിയൊരു കാഴ്ച അവർ കണ്ടിട്ടില്ല. മാത്രമല്ല വളരെ ശക്തമായിട്ട് UDF ഐക്യത്തിൽ, കോൺഗ്രസും ലീഗും പ്രത്യേകിച്ച് വളരെ ഐക്യത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ കാര്യത്തിൽ 1% പോലും സംശയത്തിൻ്റെ പ്രശ്നമില്ല. 100% UDF-ന് വിജയം സാധ്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഇന്നിപ്പോൾ എല്ലാ വിഭാഗങ്ങളും UDF-ന് അധികാരം ലഭിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 2-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കേരള നിയമസഭയിൽ UDF അധികാരത്തിൽ വരുന്ന UDF ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണാനിരിക്കുന്നത്. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥിക്ക് നാരായണ മാസ്റ്റർ ഉഴൂർ പഞ്ചായത്തിലെ ഉഴൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 47-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് NDA സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഉഴൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 47-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. BJP-ക്ക് താനൂർ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാനായതായും K. നാരായണൻ മാസ്റ്റർ പറഞ്ഞു. താനൂർ മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തിലുമായിട്ട് വിവിധ കേന്ദ്രങ്ങളിലൂടെ ഒരു 1-ാം ഘട്ടത്തിൽ സന്ദർശനം നടത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും എല്ലാ ബൂത്തിലും ഇല്ലെങ്കിലും സെലക്റ്റീവായ ബൂത്തുകളിൽ പോകും. ഇതുവരെയുള്ള അവലോകനത്തിൽ പൊതുവെ താനൂർ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാരസ്യമോ സംഘർഷമോ ഒന്നും ഉണ്ടായതായി അറിഞ്ഞിട്ടില്ല. അത് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തെ കരുപ്പിടിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലേക്കോ പോകരുതല്ലോ. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് തോന്നുന്നത്. പോളിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ 1-ാം ഘട്ടത്തിൽ തന്നെ നടന്നതായിട്ടും ഉച്ചയ്ക്ക് ശേഷം പരിപൂർണമായും ബൂത്തിലെല്ലാവരും എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. താനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമാണുള്ളതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ K. കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു. BJP ജില്ലയിൽ നില മെച്ചപ്പെടുത്തുമെന്നും ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്. താനൂർ മണ്ഡലത്തിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയനും പ്രതികരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ K. കുട്ടി അഹമ്മദ് കുട്ടി താനൂർ ശോഭ GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയ്ക്കും മകനും ഒപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. താനൂരിൽ എല്ലാം കൊണ്ടും UDF-ന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്നും K. കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു. ഏകദേശം തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഞങ്ങൾ സംസ്ഥാനത്തിലെ ഭരണത്തിലേറും എന്നുള്ള രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്കതിൽ സംശയമില്ല. ഓരോ നിയോജക മണ്ഡലത്തിലെയും ആളുകളെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ നിഷ്പക്ഷരായ ആളുകളെയും നമ്മുടെ ആളുകളെയും പത്രപ്രവർത്തകരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ്. മിക്ക നിയോജക മണ്ഡലങ്ങളും ഞങ്ങൾ തിരുവനന്തപുരം കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെടും, കൊല്ലം കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെടും, ആലപ്പുഴ കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെടും, എറണാകുളത്തും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും, തൃശ്ശൂരും മലപ്പുറവും പാലക്കാടും ഒക്കെ കിട്ടും, കോഴിക്കോടും കാസർഗോഡും എല്ലാം വളരെയേറെ സ്ഥിതിഗതികൾ മെച്ചപ്പെടും. അപ്പോൾ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറും എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്.
BJP മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേരത്ത് നിറമുതൽ കോരങ്ങത്ത് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ BJP നില മെച്ചപ്പെടുത്തുമെന്നും മത്സരങ്ങളുണ്ടായ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുണ്ടെന്നും രവി തേരത്ത് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ 16 നിയോജക മണ്ഡലങ്ങളും ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ 16 മണ്ഡലങ്ങളിലും BJP നില മെച്ചപ്പെടുത്തും. ചില ത്രികോണ മത്സരങ്ങളുടെ അന്തരീക്ഷമുണ്ടായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥികൾ നല്ല പോലെയുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല വിജയമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ കേപുരം നായനാർ മെമ്മോറിയൽ LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. താനൂരിലെ മുഴുവൻ ജനങ്ങളും ആവേശത്തോടെയാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും വലിയ ഭൂരിപക്ഷത്തിന് V. അബ്ദുറഹ്മാൻ വിജയിക്കുമെന്നും E. ജയൻ പറഞ്ഞു. താനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി താനൂരിൻ്റെ MLA V. അബ്ദുറഹ്മാൻ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ കരസ്പർശമേറ്റിട്ടുള്ള താനൂരിലെ മുഴുവൻ ജനാവലിയും ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിലെത്തി പോൾ ചെയ്യുന്ന റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി താനൂരിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് താനൂരിലെ MLA V. അബ്ദുറഹ്മാൻ വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. അത്രയേറെ പ്രതികരണങ്ങളാണ് ഞങ്ങൾ ഓരോ ബൂത്ത് സന്ദർശിച്ചപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA താനൂരിൽ നിന്ന് ഉറപ്പാണ് എന്ന മെസ്സേജാണ് ഇത് നൽകുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികളും. തിരൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. LDF സർക്കാരിന്റെ തുടർ ഭരണത്തിനൊപ്പം താനും തിരൂരിൽ നിന്നുണ്ടാകുമെന്ന് ഗഫൂർ പില്ലിലീസ് പറഞ്ഞു. മണ്ഡലത്തിൽ NDAക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് ഡോക്ടർ M. അബ്ദുൽ സലാമും പറഞ്ഞു. തിരൂർ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണിയിലെ 3 സ്ഥാനാർത്ഥികളും. തിരൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. മണ്ഡലത്തിലെ ബൂത്ത് സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെങ്ങും UDF തരംഗമാണെന്നും ജില്ലയിലെ മികച്ച പോളിംഗ് UDFന് അനുകൂലമാകുമെന്നും കുറുക്കോളി മൊയ്തീൻ കൂട്ടിച്ചേർത്തു. വളരെ ഊർജ്ജസ്വലത എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പോൾ 12:20 കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ഏകദേശം മിക്ക ബൂത്തിലും 50% അടുത്തോ അല്ലെങ്കിൽ അപ്പുറമോ കടന്നിട്ടുണ്ട്. ഇതൊരു സാധാരണ ഇത് വിഭിന്നമായിട്ടുള്ളൊരു ചിത്രമാണ്. വളരെ ആവേശത്തോടു കൂടി ഇവിടുത്തെ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇതൊരു ജനാധിപത്യപരമായ മുന്നേറ്റം സംസ്ഥാനത്ത് ഒന്നിച്ചു നടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. LDF സർക്കാരിന്റെ തുടർ ഭരണത്തിനൊപ്പം താനും തിരൂരിൽ നിന്ന് MLA ആയി ഉണ്ടാകുമെന്ന് ഇടതു സ്ഥാനാർത്ഥി ഗഫൂർ പിലിലീസും പ്രതികരിച്ചു. രാവിലെ മാതാവിനൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിന് നൽകിയിട്ടുള്ള കരുതലും ഈ നാട്ടുകാർക്ക് നൽകിയിട്ടുള്ള സ്നേഹവായ്പും തലോടലും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഭീതിയിലാഴ്ത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ സർക്കാർ, പിണറായിയുടെ സർക്കാർ അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. തിരൂർ മണ്ഡലത്തിൽ NDA വലിയ മാറ്റമുണ്ടാക്കുമെന്ന് സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുസലാം പറഞ്ഞു. കേരളത്തിലും NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDAക്ക് കഴിഞ്ഞ ഭയങ്കര മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ മാറ്റം എവിടം വരെ എത്തുമെന്നുള്ളത് വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ഒരു കാര്യം വളരെ ഷുവറാണ്, നമ്മുടെ മണ്ഡലത്തിലെയും ഈ പഞ്ചായത്തിലേക്കുള്ള പ്രവർത്തകർ നന്നായിട്ട് പണിപ്പെട്ടു, നന്നായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്ന് അറിയാൻ പറ്റില്ല. തിരൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗഫൂർ പില്ലിലീസ് കൈതോളപ്പ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 9 മണിയോടെ മാതാവിനൊപ്പം എത്തിയാണ് ഗഫൂർ പില്ലിലീസ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്തു. ഞാൻ ഉമ്മയുടെ കൂടെ വന്നുകൊണ്ടാണ് വോട്ട് ചെയ്തത്. മകനാണ്. സന്തോഷത്തോടുകൂടി നല്ല എല്ലായിടത്തും തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലായിടത്തും തന്നെ നല്ല ഗുണകരമായിട്ടുള്ള ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിന് നൽകിയിട്ടുള്ള കരുതലും ഈ നാട്ടുകാർക്ക് നൽകിയിട്ടുള്ള സ്നേഹവായ്പും തലോടലും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഭീതിയിലാഴ്ത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ സർക്കാർ, പിണറായിയുടെ സർക്കാർ അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്.
മാത്രമല്ല തിരൂരിലെ വികസന മുരടിപ്പിന് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കാണുന്നത്. വലിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അവർക്കറിയാം തിരൂരിൽ നിന്ന് വിജയിച്ചു വരേണ്ടതൊരു ഭരണകക്ഷിയുടെ MLA ആണ്. പിണറായിയുടെ സർക്കാരിന് കരുത്ത് പകരാൻ കഴിയാവുന്ന ഒരു MLA, ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA, ഭരണകക്ഷിയുടെ MLA തിരൂരിൽ വന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പരിപൂർണമായിട്ടും ഞാൻ എൻ്റെ നാട്ടുകാരോടൊപ്പം തന്നെ അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പരിപൂർണമായിട്ടും ഞാൻ എൻ്റെ സമയത്തിൻ്റെ എല്ലാ ഭാഗം അതിനു വേണ്ടിയിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത്. ആ ഒരു ആത്മവിശ്വാസവും എനിക്കുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്ത്രീകളും കുട്ടികളും അന്ത്യവയോധികരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് പെരുമാറുന്നതും. എൻ്റെ നാട്ടുകാർക്ക് എന്നെ കൃത്യമായിട്ടറിയാം. ഈ മണ്ണിൻ്റെ ചൂരും മണവും ഗന്ധവും എല്ലാം ഇതിൻ്റെ തലോടലും എല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു സംശയവും എനിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരൂർ നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. കൂട്ടായി ബൂത്തിൽ രോഗികൾക്ക് ബൂത്തിലേക്ക് കയറാൻ സംവിധാനം ഒരുക്കിയില്ലെന്ന് പരാതി. PKTB MU സ്കൂളിലെ ബൂത്ത് നമ്പർ 12A സമീപത്തെ ബൂത്തിലുമാണ് വീൽചെയർ കയറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. തവനൂർ മണ്ഡലത്തിലെ കൂട്ടായി PKTBM സ്കൂളിലെ 12A ബൂത്തിലും സമീപത്തുള്ള മറ്റൊരു ബൂത്തിലുമാണ് രോഗികളെ കയറ്റാൻ സംവിധാനമില്ലെന്ന പരാതി ഉയർന്നത്. രോഗികളെയും മറ്റും ബൂത്തിലേക്ക് വീൽചെയർ മാർഗം എത്തിക്കാനുള്ള റാമ്പ് സ്ഥാപിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ബൂത്തുകളിൽ റാമ്പ് വേണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഈ 2 ബൂത്തിൽ തവനൂർ മണ്ഡലത്തിൻ്റെ 12A ഈ 2 ബൂത്തിലും റാമ്പില്ല. അനേകം രോഗികളായി കിടക്കുന്ന വോട്ടർമാരെ കൊണ്ടുവരേണ്ടതുണ്ട്. വോട്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ടവരെ നമ്മൾ ഈ വിവരം അറിയിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവർക്ക് ബാലറ്റ് വോട്ട് സംവിധാനം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. അടിയന്തരമായി ഇതിനുള്ള ഒരു പരിഹാരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. രാവിലെ ബൂത്തിലേക്ക് രോഗികളും മറ്റുമെത്തിയപ്പോൾ വളരെ പ്രയാസപ്പെട്ടുവെന്നും നാട്ടുകാർ പറഞ്ഞു. തിരൂർ മണ്ഡലത്തിൽ ട്രാൻസ്ജെൻഡറുകൾ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തിരൂർ തൃക്കണ്ടിയൂർ PNMVP സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആദ്യമായാണ് പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണോ നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുന്നത്? നിയമസഭയിൽ ആദ്യമായിട്ടുള്ള വോട്ടാണ്. 8 പേര് ഇപ്പം തിരൂരിൽ വോട്ടുണ്ട്. 8 പേര് ഇപ്പോൾ വോട്ട് ചെയ്തു. തിരൂരിൽ ഇപ്പോൾ നിലവിൽ 8 പേരാണ് വോട്ടിലൊക്കെ കാണുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ 7 പേരെ ഞങ്ങൾ കൂടുതലുള്ള ഊട്ടി ഓരോരോ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സർജറി കഴിച്ചെടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ബാക്കി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ആദ്യമായി നിയമസഭയിലേക്ക് ഒരു വോട്ട് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അതിൻ്റെ ഹാപ്പിയാണ് എല്ലാവരും. അത് കൂടാതെ ആവശ്യം വോട്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഈ ഒരു ഭരണത്തിലെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിന് എല്ലാവർക്കും അവരുടെ ഒരു സ്വപ്ന ഭവനം അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ളൊരു ഇതുണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും ഇനി മുന്നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മണ്ണാർക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ തിരൂരിൽ വോട്ട് രേഖപ്പെടുത്തി. മുറിവഴിക്കൽ GMLP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ UDF തരംഗമെന്ന് ഷംസുദ്ദീൻ. മണ്ണാർക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ തിരൂർ നിയോജക മണ്ഡലത്തിലെ മുറിവഴിക്കൽ GMLP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മാതാവിനൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്ന് മണ്ണാർക്കാട് മണ്ഡലം UDF-നൊപ്പം തന്നെയാണെന്നും അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ പറഞ്ഞു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. ഇന്ന് വോട്ടിംഗ് ഡേ ആണ്. ഞാൻ വെട്ടം പഞ്ചായത്തിലെ 89-ാം നമ്പർ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്താണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. പൊതുവിൽ കേരളത്തിലുടനീളം UDF-ന് അനുകൂലമായ ഒരു മുന്നേറ്റമാണ് പ്രചാരണത്തിൻ്റെ അവസാന നാളുകളിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജനവിധി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനങ്ങാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് നേതാവുമായ KPA മജീദ് മങ്കട കുടുംബശ്രീ ഹാളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ കുടുംബത്തോടൊപ്പം എത്തിയാണ് മജീദ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനങ്ങാടി നിയോജക മണ്ഡലത്തിലും കേരളത്തിലും UDF മികച്ച വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നല്ല ക്യൂ ആണ്. നല്ല പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ UDF-ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്.
പിന്നെ വിജയമുണ്ടാവും. വിജയം മാത്രമല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഇന്നത്തെ ഞങ്ങൾ നടന്നിടത്തോളമുള്ള പ്രദേശത്തെ ആളുകളുടെ പ്രതികരണം കൊണ്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നല്ല റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുവങ്ങാടി നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പരപ്പനങ്ങാടി നഗരസഭയിൽ ചിറമംഗലം AIP സ്കൂളിൽ 18-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7:30 ഭാര്യയും മകനുമൊത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവങ്ങാടി നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. തിരൂരങ്ങാടി നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് പരപ്പനങ്ങാടി നഗരസഭയിലെ ചിറമംഗലം AUP സ്കൂളിൽ 18-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7:30 ഭാര്യയും മകനുമൊത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നവരുടെ അരുതായ്മകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ നിർണായക ചരിത്രം രേഖപ്പെടുത്തുമെന്നും അതൊരു വലിയ മാറ്റം അടയാളപ്പെടുത്തുമെന്നും നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഒരു തുടർഭരണമെന്ന് ഉറപ്പാക്കുവാൻ തിരൂരങ്ങാടിയും ഉണ്ടാകും എന്നുള്ള രൂപത്തിലാണ് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും കിട്ടുന്ന വിവരം. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് 7 മണിക്ക് മുമ്പ് തന്നെ പല ബൂത്തുകളിലും വലിയ തിരക്കനുഭവപ്പെടുന്ന രൂപത്തിലേക്ക് ജനാധിപത്യ സംവിധാനം വിനിയോഗിക്കുവാൻ ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി നിർണായകമായ ചരിത്രം രേഖപ്പെടുത്തുമെന്നും അതൊരു മാറ്റത്തിൻ്റെ ഒരടയാളം രേഖപ്പെടുത്തലായിരിക്കുമെന്ന് പ്രബുദ്ധരായ തിരൂരങ്ങാടിയിലെ ജനത ആ രൂപത്തിലേക്ക് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ് എല്ലാ ബൂത്തുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്നുള്ളതാണ്. എന്തായാലും ഒരു നല്ല തിരൂരങ്ങാടി ഉണ്ടാവട്ടെ. വികസനോന്മുഖമായ ദിശാബോധത്തോടെ തീരുമാനമെടുക്കുന്ന ഒരു തിരൂരങ്ങാടി. ഇന്നലെ രാത്രികളിൽ നടന്നത് ഒരു അപരസ്ഥാനാർത്ഥിയുടെ പിക്ചറും പോസ്റ്ററുകളുമെല്ലാം നമ്മുടെ ചുമരെഴുത്തിൻ്റെ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്തിൻ്റെയും പോസ്റ്ററുകളുടെയും ഒക്കെ മുകളിൽ പതിച്ചുകൊണ്ട് വലിയ പദ്ധതിയാണ് ഇന്നലെ മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്തത്. അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്യുതിയാണ് ജനങ്ങളിലേക്ക് വെളിവാക്കുന്നത് എന്നുള്ളതും സമീപകാല രാഷ്ട്രീയത്തിൽ ഇത്തരം അരാജകത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളും തിരൂരങ്ങാടിയുടെ ജനത ഈ വോട്ടിലൂടെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. എങ്ങനെയെങ്കിലും വോട്ട് തട്ടിയെടുത്തിട്ടെങ്കിലും അധികാരത്തിലേക്ക് കയറണമെന്ന് ഉദ്ദേശിക്കുന്ന മൂല്യമില്ലാത്ത രാഷ്ട്രീയ സംവിധാനം തിരൂരങ്ങാടി മാത്രമല്ല അത് കേരളത്തിന് പോലും ഒരു തിരിച്ചറിവായിരിക്കും. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ രാവിലെ 9:30 വോട്ട് രേഖപ്പെടുത്തിയത്. വളാഞ്ചേരി GMLP സ്കൂളിലെ 127-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ മികച്ച വിജയം നേടി വീണ്ടും അധികാരത്തിൽ വരും. കേരളം ഒന്നടങ്കം അതാഗ്രഹിക്കുന്നുണ്ട്. നിലപാടുകളിലെ വ്യക്തത, വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ധീരമായ മറ്റു എല്ലാ മേഖലകളിലുമുള്ള കാൽവെപ്പുകൾ, ഇവ കൊണ്ടെല്ലാമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ടും കേരളത്തെ സ്വപ്നസമാനമായ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി എന്നുള്ള പൊതു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമാണ്. ഇത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രകടനം ഇവിടെ കാഴ്ചവെക്കും. അവസാന ഘട്ടത്തിലൊക്കെ ആദ്യഘട്ടത്തേക്കാൾ കൂടുതൽ വലിയ ആവേശമുണ്ടായിരുന്നു. ആ ഒരു ആവേശം വർദ്ധിത ഭൂരിപക്ഷത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. മലപ്പുറം ജില്ലയുടെ ചിത്രം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഇത്തവണ അതിനേക്കാൾ അധികം, ഒരു വേള ഏതാണ്ട് അതിൻ്റെ ഇരട്ടി സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് LDFന് ലഭിക്കും.
ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന താനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് നിഷേധാത്മകമെന്ന് വി അബ്ദുറഹ്മാൻ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. ജില്ലയിൽ UDFന് മികച്ച വിജയം നേടാൻ സഹായിച്ച വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ നിലപാട് ശരിയായില്ലെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന താനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് നിഷേധാത്മകമാണെന്ന് വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. മലപ്പുറം ജില്ലയിൽ UDFന് മികച്ച വിജയം നേടാൻ സഹായിച്ച വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ നിലപാട് ശരിയില്ലെന്ന് വി അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടില്ലെങ്കിൽ ജയിക്കുമെന്ന ഫിറോസിന്റെ വാദം അത് കാലം തെളിയിക്കേണ്ടതാണ്. കാരണം വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് ഫിറോസ് ഇപ്പോൾ പറഞ്ഞല്ലോ സമയം മുമ്പ്. ജനങ്ങൾ അറിയട്ടെ, പാർട്ടിക്കാരെ അറിയട്ടെ. ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വളരെ മോശമായി. കാരണം പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വെൽഫെയർ പാർട്ടി വെച്ചാണല്ലോ അവർ ഇത്രയും നല്ല വിജയം കരസ്ഥമാക്കുന്നത്, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇപ്പോഴും ആ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ ബന്ധപ്പോഴും അതുപോലെ ഉണ്ടെന്നാണോ? അതല്ല ഞാൻ പറഞ്ഞു. ഈ ഫിറോസ് എന്ന കാൻഡിഡേറ്റിൻ്റെ ഇത്തരത്തിലുള്ള നിഷേധമായിട്ടുള്ള നിലപാടുകൾ അത് ഈ സമൂഹത്തിന് നല്ലത്. എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയും. ഒരാൾ മോശക്കാരൻ, ഒരാൾ നല്ലത് എന്നുള്ളത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ സമമായിട്ട് തന്നെ നമ്മൾ കാണും. അതിൽ ജാതിയെന്നോ മതമെന്നോ സമുദായമെന്നോ അല്ലെങ്കിൽ സമുദായത്തിൽ ചേരുന്നതോ ഞങ്ങളാരും കാണുന്നില്ല. താനൂരിലെ ജനത വികസനത്തിന് വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വളരെ ആവേശത്തോടെയാണ് വോട്ടർമാരെ കാണാനായതെന്ന് വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വികസനത്തിന് വേണ്ടിയിട്ടാണ്. കുറേ വർഷങ്ങളായി അവർ കാത്തിരുന്ന വികസന പ്രവർത്തനങ്ങൾ താനൂരിലെത്തി എന്ന ബോധ്യമായതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ വളരെ ആവേശത്തോടെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. സ്വാഭാവികമായും ഏത് വോട്ടുകൾ നിഷേധിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതല്ല, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടിയെ കൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഉച്ചയായപ്പോൾ വോട്ടിംഗ് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഈ വോട്ട് എനിക്ക് വേണ്ട, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതില്ലെങ്കിൽ ജയിക്കുമെന്നുള്ള ആ ഒരു സംഭാഷണം ശരിയല്ല. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. ആശങ്കയേറ്റി കോവിഡ് കണക്കുകൾ 3000 കടന്നു. 3502 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 24 മണിക്കൂറിനിടെ 59,051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.93 സംസ്ഥാനത്ത് ഇന്ന് 3502 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 487, കണ്ണൂർ 410, കോഴിക്കോട് 402, കോട്ടയം 354, തൃശൂർ 282, മലപ്പുറം 261, തിരുവനന്തപുരം 210, പത്തനംതിട്ട 182, കൊല്ലം 173, പാലക്കാട് 172, ആലപ്പുഴ 165, ഇടുക്കി 158, കാസർഗോഡ് 128, വയനാട് 118 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.93 ആണ്. ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 261 പേർക്കാണ്. ഇന്ന് രോഗമുക്തരായവർ 190. ഇതുവരെ ജില്ലയിൽ രോഗമുക്തരായവർ 1,22,230. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവർ 251. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 4. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 3 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ 1811. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 116, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 77, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 64. ആകെ നിരീക്ഷണത്തിലുള്ളവർ 18,208. കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ മരിച്ചവർ 610. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനം വിധി എഴുതി അവസാന മണിക്കൂറുകളിൽ കനത്ത പോളിംഗ്. ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം. അവസാന മണിക്കൂറിലും ക്യൂവിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം. അന്തിമ കണക്കിൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരും. ഏറ്റവും ഉയർന്ന പോളിംഗ് കൊണ്ടോട്ടിയിൽ, കുറഞ്ഞ പോളിംഗ് വേങ്ങരയിൽ. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ കണ്ണുവച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും. വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പെന്ന തിരൂരിലെ 3 സ്ഥാനാർത്ഥികളും. താനൂർ മണ്ഡലം നിലനിർത്തുമെന്ന വി അബ്ദുറഹ്മാൻ, വിജയം ഉറപ്പെന്ന PK ഫിറോസ്. നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് K നാരായണ മാസ്റ്റർ. തവനൂരിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന KT ജലീൽ. തിരൂർ മണ്ഡലത്തിൽ ട്രാൻസ്ജെൻഡറുകൾ വോട്ട് രേഖപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന താനൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് നിഷേധാത്മകമെന്ന് വി അബ്ദുറഹ്മാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ തള്ളിപ്പറഞ്ഞത് ശരിയായില്ലെന്നും അബ്ദുറഹ്മാൻ.
ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.